പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ റോ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നില്ല. നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ച് മാത്രമുള്ള അപ്ഡേഷൻസ് ആണ് പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള ഒരു മത്സരത്തെ സംബന്ധിച്ചാണ്. ബെയ്ലി വേഴ്സസ് ലൈറ വൽക്കീരിയ തമ്മിലുള്ള മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് റോ എപ്പിസോഡിൽ ഇവർ തമ്മിലുള്ള ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് തുടർന്നുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ലൈറ ബെയ്ലിയോട് പറയുന്നത് ബെയ്ലി മറ്റുള്ളവരെ യൂസ് ചെയ്യുകയാണ്, ബെയ്ലിയാണ് ഏറ്റവും വീക്കായിട്ടുള്ള പാർട്ട്, കൂടാതെ 4 ഹോഴ്സ് വുമണിലെ ഏറ്റവും വീക്കസ്റ്റ് റെസ്ലർ ബെയ്ലി ആണെന്ന് പറഞ്ഞുകൊണ്ട് ബെയ്ലിയെ നാണം കെടുത്താൻ ലൈറ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി എന്നോണം ലൈറയോട് ബെയ്ലി പറയുന്നത്, ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറാണ് ഉള്ളത്, പക്ഷേ നിനക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് നീ എന്നെ ആക്രമിക്കാനുള്ള ഒരു വഴി തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള അവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗം അവിടെ ലൈറ ബെയ്ലിയെ ആക്രമിക്കാൻ വേണ്ടി തുനിയുന്നു, ബെയ്ലി തിരിച്ചടിക്കുന്നു. അവസാനം ലൈറ തന്നെ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിൽ ബെയ്ലിയെ ഒരു സുപ്ലെക്സ് അടിച്ച് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തുടർന്നാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ ഇരുവരെ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്യുന്നത്. ഇതുകൂടാതെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മത്സരത്തിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നതാണ്. JD മക്ഡൊണാൾഡ് വേഴ്സസ് ഡൻ ഹാൻസൺ തമ്മിലുള്ള മത്സരം അതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചായിട്ട് കൺഫേം ചെയ്യുന്നതായിട്ട് നമുക്ക് റോ എപ്പിസോഡിലൂടെ തന്നെ അറിയാൻ സാധിക്കുകയുണ്ടായി. രണ്ടാമത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാം എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഒരു 6 മാൻ ടാഗ് ടീം മത്സരമാണ്. ഊസോസും ജേക്കബ് ഫാറ്റും ബ്ലഡ് ലൈൻ ടീം ഒന്നടങ്കം അവർ നേരിടുന്നത് LA നൈറ്റ്, റോയ്സ് കീസ്, സോളോ സിക്കോവ തുടങ്ങിയവരെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ഡെവലപ്പായി വന്നിട്ടുള്ളത്. ഇതിലെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് ടീമുകളെ നമ്മൾ എടുത്താൽ ഇതിൽ ആരാണ് ഫേസ് ആരാണ് ഹീല് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതലും ഒരു ഈഗോ ക്ലാഷ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സോളോ സിക്കോവ, LA നൈറ്റ്, റോയ്സ് കീസ് തുടങ്ങിയവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ടീം ഫേസ് ആണോ ഹീലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജേക്കബ് ഫാറ്റുവിൻ്റെ പ്രവൃത്തി കണ്ടാൽ, അതുപോലെ തന്നെ ഊസോസിൻ്റെ ചില സമയത്ത് പെരുമാറ്റം കണ്ടാൽ ഇവർ ഫേസ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ ഈ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. റോ എപ്പിസോഡിൽ നമുക്കൊരു ജിമ്മി ഊസോ വേഴ്സസ് റോയ്സ് കീസ് തമ്മിലുള്ള മത്സരം കാണാൻ സാധിച്ചു. എന്നാൽ ഈ മത്സരം നടക്കുന്നതിൻ്റെ ഇടയിൽ ജേക്കബ് ഫാറ്റു കാറിൽ നിന്ന് വന്നിറങ്ങുന്നതും നേരെ മത്സരത്തിലേക്ക് വന്ന് റോയ്സ് കീസിനെ ആക്രമിക്കുന്നതും മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഒരു ഫൈറ്റ് നടക്കുന്ന ആ ഒരു ഫൈറ്റിൽ അവസാനം LA നൈറ്റിൻ്റെ ഒരു വരവ്, സോളോ സിക്കോവയുടെയൊക്കെ വരവ്, അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. സോളോ സിക്കോവ ബ്ലഡ് കൂടെ ചേരുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു സൂചന നൽകി അവരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് അവസാനം ഇതൊരു 6 മാൻ ടാഗ് ടീം മത്സരത്തിലേക്ക്, സമ്മർ സ്ലാമിലെ ഒരു പുതിയ മത്സരം എന്നോണം ആ ഒരു അപ്ഡേറ്റിലേക്ക് കാണുന്നത്. ഇതുകൂടാതെ സമ്മർ സ്ലാമിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ളത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. റോ എപ്പിസോഡിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഗോട്ട്ലെറ്റ് മത്സരം കാണാൻ സാധിച്ചു. 7 പേരായിരുന്നു ഈ ഒരു ഗോട്ട്ലെറ്റ് മാച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ മത്സരമായി നടന്നിട്ടുണ്ടായിരുന്നത് ഡൊമിനിക് മെയ്സ്റ്റീരിയോ വേഴ്സസ് ജോ ഹെൻറി എന്നുള്ള മത്സരമായിരുന്നു. പെട്ടെന്ന് തന്നെ ജോ ഹെൻറിയെ ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു. പിന്നീട് ജിവോൺ എവൻസ് വരുന്നു. ജിവോൺ എവൻസും ഡൊമിനിക് മെയ്സ്റ്റീരിയോയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഡൻ ഹാൻസിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ്, ഈ അവസരം ജിവോൺ എവൻസ് മുതലെടുത്തുകൊണ്ട് ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ഡ്രാഗൻ ലീ വരുന്നു. ഡ്രാഗൻ ലീയും ജിവോൺ എവൻസും തമ്മിൽ ഗംഭീരമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുന്നു. ഡ്രാഗൻ ലീയെയും പിൻഫോളിലൂടെ ജിവോൺ എവൻസ് പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം റൂസേവ് വരുന്നു. റൂസേവും ജിവോൺ എവൻസും ഒരു പവർ ഹൗസ് വേഴ്സസ് ഹൈ ഫ്ലയർ തമ്മിലുള്ള ഒരു മത്സരമായി നടക്കുന്നു. സബ്മിഷനിലൂടെ റൂസേവ് ജിവോൺ എവൻസിനെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ചാഡ് ഗേബിൾ വരുന്നു. ചാഡ് ഗേബിളും റൂസേവും തമ്മിലുള്ള മത്സരം, അതിൽ ചാഡ് ഗേബിൾ വിജയിക്കുന്നു. അതിനുശേഷം ഈതൻ പേജ് വരുന്നു. ഈതൻ പേജിനെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാഡ് ഗേബിൾ പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകുന്നു. സമ്മർ സ്ലാമിൽ പെൻഡയുടെ കൈവശമുള്ള IC ടൈറ്റിലിന് ചാഡ് ഗേബിൾ ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരം കൂടി കൺഫേം ചെയ്യുകയുണ്ടായി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാഡ് ഗേബിളിൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ്, മിനിസോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വർഷത്തെ സമ്മർ സ്ലാം നടക്കുന്നത് എന്നാണ്. അപ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനുള്ള വലിയ സാധ്യത ഇപ്രാവശ്യം ചാഡ് ഗേബിളിൻ്റെ മുന്നിലേക്ക് തുറന്നു വരികയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നർ, ഒബാഫെമി തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ സെഗ്മെൻറ്റ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ബ്രോക്കിനെ നാണം കെടുത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ
ബ്രോക്ക് ലെസ്നറിനെ ഈ ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു ആവശ്യം ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ ഒബാഫെമി ആക്രമിക്കുന്നത് അതിപ്പോൾ ബ്രോക്ക് ഇല്ലാതെയും ഒബാഫെമിയെ സംബന്ധിച്ചവർക്ക് കാണിക്കാമായിരുന്നു. അവിടെ പോൾ ഹേമൻ മാത്രം വന്നാൽ മതി. ഇതിപ്പോൾ ജസ്റ്റ് ഈ റേറ്റിംഗ്സ് കൂട്ടാൻ വേണ്ടി, വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ബ്രോക്കിനെ കൊണ്ടുവന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അല്ലാതെ ഈ ബ്രോക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ മത്സരത്തിന്, ഹെൽ ഇൻ എ സെൽ മത്സരത്തിന് ഒരു ബിൽഡപ്പ് കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമൊന്നും അവർ അതിലുണ്ടായിരുന്നില്ല. കാരണം ബ്രോക്കും ഒബാഫെമിയും ഫിസിക്കലായിട്ട് ഏറ്റുമുട്ടുന്നതൊന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഒബാഫെമി പറയുന്നത് പോലെ തന്നെ ബ്രോക്ക് പിറകിൽ തന്നെ ആക്രമിക്കൂ, ബ്രോക്ക് ലെസ്നർ ഒരു പേടി തൊണ്ടനാണ് എന്നൊക്കെ പറയുന്നത് കൃത്യമായി അടിവരയിടുന്ന രീതിയിലായിരുന്നു ബ്രോക്കിൻ്റെ ഒരു പെരുമാറ്റം. കാരണം ഒരു ഫൈറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ബ്രോക്ക് ആ എൻട്രൻസ് റാമ്പിൽ പോയി നിൽക്കുകയാണ് ചെയ്തത്. ഫേസ് ടു ഫേസ് ഒബാഫെമിയുമായിട്ടൊരു ഫൈറ്റിന് ബ്രോക്ക് തുനിയുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് ബ്രോക്ക് ലെസ്നറിൻ്റെ കഥാപാത്രത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ മൊമെൻറ്റും ഇപ്പോൾ ഒബാഫെമിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹോം ടൗണിൽ നടക്കാൻ പോകുന്ന ഹെൽ ഇൻ എ സെൽ എന്ന് പറയുന്ന മത്സരത്തിന് വലിയ പ്രാധാന്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ബ്രോക്കിനെയും തുല്യമായിട്ടുള്ള ഒരു മൊമെൻറ്റത്തിൽ ഈ സ്റ്റോറി ലൈനിൽ ബിൽഡ് ചെയ്യണം. അപ്പോഴാണ് ഇതിൽ ആരാണ് വിജയിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർക്ക് സ്റ്റോറി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മൊമെൻറ്റമുള്ള പോലെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഒബാഫെമി ഒറ്റയ്ക്ക് ഈ ഒരു സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബ്രോക്കിൻ്റെ ഒരു ആവശ്യം ഇന്നലത്തെ റോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റാർ സ്റ്റഡഡ് ഒരു റോ എപ്പിസോഡാക്കാൻ വേണ്ടി മാത്രം ബ്രോക്കിനെ കൊണ്ടുവന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഒരു സ്റ്റോറി ലൈനിൽ ഒരു ഫേസോ ഒരു ഹീലോ ഇല്ല. അതായത് ഒരു നായകനോ വില്ലനോ ഇല്ല. CM പങ്ക്, റോമൻ റീൻസ് തുടങ്ങിയവരുടെ സ്റ്റോറി ലൈനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവർ ബിൽഡ് ചെയ്തത് അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും പിടിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അതെന്തായാലും നല്ലൊരു ഓപ്ഷനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം രണ്ടുപേരും കൃത്യമായിട്ടുള്ള ഈഗോ വെച്ച് രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വാക്കുകളിലൂടെ തർക്കിക്കുന്ന, അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് ഏറ്റുമുട്ടുന്ന, ഓരോ വീക്ക്ലി എപ്പിസോഡിലും ഓരോ റെസ്ലേഴ്സിന് ആധിപത്യം കിട്ടുന്ന രീതിയിലൊക്കെ ബിൽഡ് ചെയ്ത് ഈ സ്റ്റോറി ലൈൻ അവസാനം സമ്മർ സ്ലാമിലെ ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ ആരാധകർക്ക് മത്സരത്തിനോടുള്ള ഒരു ആവേശം കൂടും. ആരാണ് വിജയിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വർദ്ധിക്കും. അത് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ്. കാരണം ഒരു സാധാ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് പോലെ ഒപ്പിട്ടുകൊണ്ട് സെത്ത് റോളിൻസ് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ ഇത് മാത്രം പോരാ, നീ റിങ്ങിലേക്ക് തിരികെ വരണം എന്ന് പറഞ്ഞ് സെത്തിനെ റോമൻ റിങ്ങിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് ശേഷം ഇരുവരും നടത്തിയ പ്രൊമോസ് ഈ സെത്തിന് എല്ലാ അവസരങ്ങളും കയ്യിലേക്ക് വെച്ചു കൊടുത്തതാണ് എന്ന് പറയുന്നതും, ട്രിപ്പിൾ എച്ച് സെത്ത് റോളിൻസിൻ്റെ ഡാഡിയാണ് എന്ന് പറയുന്നതും, മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ഉപയോഗിച്ചിട്ടാണ് സെത്ത് ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതൊക്കെ സെത്തിന് വലിയൊരു വാണിങ്, അതുപോലെ തന്നെ വലിയൊരു അടി വാക്കുകളിലൂടെ റോമൻ റീൻസ് കൊടുക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിനെ സെത്തിന് വലിയ രീതിയിലൊന്നും തിരികെ പറയാൻ സാധിച്ചില്ലെങ്കിലും ഫിസിക്കലായിട്ട് നടന്ന ബ്രൗളിൽ സെത്തിനായിരുന്നു ആധിപത്യം കിട്ടിയത്. അതായത് റോമൻ റീൻസ് ആ ടേബിളിലേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ മൈക്കെടുത്ത് തലയിലടിച്ച് പെഡിഗ്രി കൊടുത്ത് പിന്നീട് കർബ് സ്റ്റോമ്പ് കൊടുത്ത് റോമനെ ആക്രമിച്ച് സെത്ത് ആ ഒരു സെഗ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുന്നു. വാക്കുകളിലൂടെ റോമൻ റീൻസ് തകർത്താടിയ സെഗ്മെൻറ്റിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തിയപ്പോൾ സെത്തിന് ആധിപത്യം കിട്ടുന്നു. അപ്പോൾ രണ്ടു പേർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് രണ്ടുപേരെയും തുല്യമായിട്ട് പരിഗണിച്ച് അവർ കൃത്യമായി സമ്മർ സ്ലാമിലേക്കുള്ള സ്റ്റോറി ആരംഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ ഇനിയുള്ള റോ എപ്പിസോഡ്സിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. ഗംഭീരമായിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണ് റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. റോ എപ്പിസോഡ് ഇത് മാത്രമല്ല മറ്റ് സ്റ്റോറികൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് വളരെ കുറച്ച് റോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. മാച്ചസും അതുപോലെ തന്നെ ഇൻ റിംഗ് സെഗ്മെൻറ്റ്സുമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് ഗംഭീരമായിരുന്നു. റോ എപ്പിസോഡ് വേറെ ലെവലിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ ഇൻ റിംഗ് സെഗ്മെൻറ്റ്സ് ആയാലും മത്സരങ്ങളായാലും റോ എപ്പിസോഡ് മറ്റുള്ള റോ എപ്പിസോഡ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പാറ്റേൺ പിടിക്കുകയാണെങ്കിൽ റേറ്റിംഗ്സ് ഉയർത്താൻ സാധിക്കും, പഴയ വ്യൂവേഴ്സിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അത്രയും കിടിലൻ റോ എപ്പിസോഡ് തന്നെയായിരുന്നു നമുക്ക് ഇന്നലത്തെ റോ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.